അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഭൂത്താൻകെട്ടിലെ ക്രിസ്മസ് ന്യൂ ഇയറിനോടനുബന്ധിച്ചുള്ള നൈറ്റ് ടൂറിസം ആക്ടിവിറ്റികളാണ്. ഡാമിനെ ലൈറ്റപ്പ് ചെയ്തിരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പുതിയ പായപ്പിൽ നിന്നുള്ള ഡാമിൻ്റെ കാഴ്ചയായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ മനോഹരമായിട്ടാണ് ദീപ അലങ്കാരങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെ. ഡാമിൻ്റെ എൻട്രൻസിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. എന്നാൽ നമുക്ക് എൻട്രൻസ് ഫീസ് ഉണ്ട്. ഒരാൾക്ക് 10 രൂപയാണ്, പിള്ളേർക്ക് ഫ്രീ ആണ്. അതിൻ്റെ പാർക്കിൻ്റെ സൈഡുകളൊക്കെ ലൈറ്റപ്പ് ചെയ്തിരിക്കുന്ന മനോഹരമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഈ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ രാത്രി ഏതാണ്ട് ഫുൾ ടൈം തന്നെ ഇവിടെ കാഴ്ചകളുണ്ട്. ഇവിടെ ക്ലോസിംഗ് ഇല്ല, രാത്രി ഫുൾ ടൈം ഉണ്ട്. നിറച്ച് ആളുകൾ എപ്പോഴും തന്നെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇഷ്ടംപോലെ ആളുകളുണ്ട്, കാഴ്ചക്കാരുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഒത്തിരി കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഇവിടെ കാണാനായിട്ട് വരുന്നുണ്ട്. വളരെ മനോഹരമായിട്ടാണ് ഇവിടുത്തെ ദീപാലങ്കാരങ്ങൾ കാണുവാനായിട്ട്. ഭൂത്താൻകെട്ടിലെ ടൂറിസം ആക്ടിവിറ്റികൾ ഏതാണ്ട് ഡിസംബർ പകുതിക്ക് ശേഷമാണ് ആരംഭിക്കുന്നത്. ഏതാണ്ട് മെയ് വരെ ടൂറിസം ആക്ടിവിറ്റികളുണ്ടാവും. അത് പകൽ ടൈമിൽ ആണുള്ളത്. ബോട്ടിങ്ങും അങ്ങനെയുള്ള മറ്റു പരിപാടികളൊക്കെ. ആദ്യമായിട്ടാണ് നൈറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനൊരു പരിപാടി തുടങ്ങിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ നിൽക്കുന്നുണ്ട്. എങ്കിലും ചെറിയ കുട്ടികളൊക്കെ ഒത്തിരി വരുന്നുണ്ട് കേട്ടോ. വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പകൽ വരുന്നതിനേക്കാൾ കാഴ്ച കൂടുതലുള്ളത് രാത്രിയിലായി വരുമ്പോഴാണെന്ന് തോന്നുന്നു. ഇപ്പോഴത്തേക്ക് ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മളങ്ങനെ ഡാമിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതാണ് ഭൂത്താൻകെട്ട് ഡാം. 15 ഷട്ടറുകളുണ്ട് ഇതിന്. ഡാമിലൊക്കെ നിറച്ച് പിന്നെ സഞ്ചാരികളുണ്ട്. ഷട്ടർ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത് ഡാമിൽ നിന്നുകൊണ്ടുള്ള പുതിയ പാലത്തിൻ്റെ കാഴ്ചയാട്ടോ.
നേരത്തെ ഈ ഡാമിൻ്റെ മുകളിൽ കൂടെയായിരുന്നു വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് നിർത്തി പുതിയ പാലം വരുന്ന അതിലൂടെയാണ് വാഹനങ്ങളൊക്കെ പാസ് ചെയ്യുന്നത്. വഴിയുടെ രണ്ട് സൈഡും വളരെ മനോഹരമായിട്ടാണ് അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പുത്താങ്കട്ടിൽ നിന്നുള്ള ഇറിഗേഷൻ്റെ കനാലിൻ്റെ രണ്ട് സൈഡും മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതും ഈ വർഷം ആദ്യമായിട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ്. ഇത് ഏകദേശം 2 കിലോമീറ്റർ നീളത്തിലുള്ള ഒരു കാഴ്ച കേട്ടോ. രണ്ട് സൈഡുമുണ്ട് ഇത് കാണാനായിട്ട്. ഇതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച എന്ന് പറയുന്നത് വെള്ളത്തിൽ നിന്നുള്ള ഈ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ വരുന്നതാട്ടോ. നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കാഴ്ചയ്ക്ക് അത്രത്തിൽ കിട്ടുന്നില്ല. നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണ് അതിൻ്റെ വെള്ളത്തിൽ നിന്നുള്ള രണ്ട് സൈഡിൽ നിന്നുമുള്ള ഈ ലൈറ്റിൻ്റെ റിഫ്ലക്ഷനൊക്കെ വരുന്നത്. ഇതും ഈ വർഷം ആദ്യമായിട്ട് തുടങ്ങിയതാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെയുള്ള പുതിയ ടൂറിസം ആക്ടിവിറ്റികൾ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.